بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ രഹസ്യ മേഖലകളിൽ, പ്രത്യേകിച്ച് പരസ്യ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ആത്യന്തികമായ താൽപര്യം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഈമാനിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു, മൽ ഇഹ്സാൻ, പ്രവാചകരെ ഇഹ്സാൻ എന്ന് പറയുന്നത് എന്താണ്? റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന് കൊടുക്കുന്ന മറുപടി, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള വചനത്തിൽ ഇപ്രകാരം കാണാം, നീ അല്ലാഹുവെ കാണുന്നു എന്ന രീതിയിൽ അവനെ ആരാധിക്കുക എന്നുള്ളതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അല്ലാഹു നിന്നെ കാണുന്നു, ആ അല്ലാഹുവെ നീ കാണുന്നു എന്നുള്ള രീതിയിൽ അവനെ നീ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും തീർച്ചയായും അവൻ നിന്നെ കാണുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ഭാര്യമാർക്കും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ആശയം തൗഹീദ് ഇതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് 3 ദറജകളുണ്ട്. അതിൽ സാധാരണഗതിയിൽ നമ്മൾ പറയാ അവനൊരു മുസ്ലിമാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് വിശ്വാസി അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞത്. എന്നാൽ അതിനേക്കാളും കുറച്ച് പദവി കൂടിയ ഈമാൻ ഉൾക്കൊള്ളുന്ന ആൾക്ക് നമ്മൾ പറയുന്ന പേര് മുഅ്മിൻ എന്നാണ്. എന്നാൽ അതിനേക്കാളും ദറജ കൂടിയിട്ടുള്ള ഒരു സ്റ്റാറ്റസാണ് യഥാർത്ഥത്തിൽ മുഹ്സിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും അള്ളാഹു അടുത്ത് നിന്ന് വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള
ഉറച്ച ബോധ്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിന്റെ പേരാണ് ഇഹ്സാൻ. ഞാൻ എന്ത് സംസാരിക്കുകയാണെങ്കിലും, എന്ത് ചിന്തിക്കുകയാണെങ്കിലും, എന്ത് കാണുകയാണെങ്കിലും എന്റെ മുകളിൽ സൂപ്പർവൈസറായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി, എന്നെ നിരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു ഉണ്ട്. അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് ഒന്നും മറച്ചുവെക്കാൻ എനിക്ക് പറ്റില്ല. കേവലം ആരാധനകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇത്. അതായത് ആരാധനാ സന്ദർഭത്തിൽ മാത്രം അള്ളാഹിനെ സൂക്ഷിക്കുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ വാക്കാവട്ടെ, നമ്മുടെ പ്രവൃത്തികളാവട്ടെ, ഇടപാടുകളാവട്ടെ, ചിന്തകളാവട്ടെ, എല്ലാം ഉയർന്ന ആത്മാർത്ഥതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിർവഹിക്കാനാണ് ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടത്. അതിന്റെ പേരാ ഇഹ്സാൻ എന്ന് പറഞ്ഞത്. എന്താണ് ഇഹ്സാനിന്റെ ആവശ്യകത സഹോദരന്മാരെ? അള്ളാഹുവിന്റെ അറ്റമില്ലാത്ത സ്നേഹം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി മിമ്പറിൽ കയറി നിൽക്കുമ്പോൾ ഓരോ വാക്കും കൃത്യമായിട്ട് തെറ്റാതെ നിങ്ങളിലേക്ക് ഞാൻ കൈമാറ്റം ചെയ്യണമെങ്കിൽ എന്റെ ബ്രെയിന്, എന്റെ ചിന്ത കൃത്യമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ എന്റെ ചിന്തയാവട്ടെ, എന്റെ സംസാരമാവട്ടെ, എന്റെ പെരുമാറ്റമാവട്ടെ, അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളയാണ്. അള്ളാന്റെ കാരുണ്യവും സ്നേഹവും ഒരു വിശ്വാസിക്ക് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് ഇഹ്സാൻ എന്നുള്ളത്. അതായത് അള്ളാന്റെ സ്നേഹം, അള്ളാഹുവിന്റെ ഹുബ്ബ്, അള്ളാന്റെ പൊരുത്തം, അള്ളാന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ബോധ്യം വേണം. ആരെന്നെ കണ്ടിട്ടില്ലെങ്കിലും, ഞാനിപ്പോ മൊബൈൽ എടുത്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആരും റൂമിലില്ല, ആരും എന്റെ അടുത്തില്ല, എന്നാലും എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട്, റബ്ബുണ്ട് എന്നുള്ള ഒരു തോന്നൽ, ആ ഒരു ചിന്ത. അഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ വചനമാണ്. നിങ്ങൾ ഇഹ്സാൻ കാണിക്കുക, നിങ്ങൾ നന്മ പ്രവർത്തിക്കുക, നിങ്ങൾ ആത്മാർത്ഥത പ്രകടിപ്പിക്കുക. തീർച്ചയായും അല്ലാഹു നന്മ ചെയ്യുന്നവരെ, മുഹ്സിനീങ്ങളായിട്ടുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അള്ളാന്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ള മാർഗമാണ് മുഹ്സിൻ ആവുക എന്ന് പറയുന്നത്. രണ്ടാമത്തെ സംഗതി, അള്ളാന്റെ പ്രത്യേകമായിട്ടുള്ള സഹായം. ആലോചിച്ച് നോക്കൂ, നമുക്ക് ഏത് മേഖലയിലും എന്ത് കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ടെങ്കിലും ശരി, അതൊന്ന് ശരിയായി തീരാൻ, ഭൗതികമായിട്ട് നമുക്ക് നല്ല സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, മക്കളുണ്ട്, വാഹനമുണ്ട്, വീടുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്ന് ശരിയായി തീരാൻ അള്ളാഹുവിന്റെ സഹായം നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ സഹായം, അത് നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിലും, നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിലും, നമ്മൾ എന്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും അള്ളാഹിന്റെ തൗഫീക്ക് നമുക്ക് വേണം, സഹായം വേണം. ഈ പ്രത്യേകമായ സഹായം കിട്ടണമെങ്കിൽ നമ്മൾ മുഹ്സിനാവണം. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, തീർച്ചയായും അള്ളാഹ് സൂക്ഷ്മത പാലിക്കുന്നവരുടെയും ഇഹ്സാൻ പുലർത്തുന്നവരുമായ ആളുകളുടെയും കൂടെയാണ്. അള്ളാഹ് ആരെ കൂടെയാണുള്ളത്? മുഹ്സിനായിട്ടുള്ള, നന്മ പ്രവർത്തിക്കുന്ന, നന്മ പറയുന്ന, നന്മക്ക് സാക്ഷി നിൽക്കുന്ന, എല്ലാവർക്കും നന്മ മാത്രം സപ്ലൈ ചെയ്യുന്ന ഒരാളെ കൂടെയാണ് അള്ളാഹ് ഉണ്ടാവുക. ദുഷിച്ച പ്രവർത്തനങ്ങൾ, ദുഷിച്ച ചിന്തകൾ, ദുഷിച്ച പെരുമാറ്റങ്ങളുള്ള ആൾക്ക് അള്ളാന്റെ സഹായം കിട്ടൂല. അപ്പൊ ഇഹ്സാൻ ഇല്ലാത്ത ഇബാദത്തുകളും കർമ്മങ്ങളും, ഒരാൾ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ ഇഹ്സാനില്ല, അള്ളാഹ് നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹ് മാർക്കിടുന്നുണ്ട്, അള്ളാഹ് പ്രതിഫലം നൽകും എന്നുള്ള ആത്മാർത്ഥത ഇല്ല എങ്കിൽ ഒരാത്മാവില്ലാത്ത ശരീരം പോലെയായിരിക്കും അവന്റെ പ്രവർത്തനങ്ങൾ. ഒരു ശരീരത്തിൽ ആത്മാവില്ലെങ്കിൽ മയ്യത്ത് എന്ന് നമ്മൾ പറയാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹിന്റെ തൃപ്തി എനിക്ക് കിട്ടണം, അള്ളാഹിന്റെ സ്നേഹം കിട്ടണം എന്നുള്ള ആ ചിന്ത അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദാനമാവട്ടെ, നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരമാവട്ടെ, നമ്മൾ ചെയ്യുന്ന എന്ത് സൽപ്രവർത്തനങ്ങളാണെങ്കിലും അത് സ്വീകരിക്കപ്പെടൂല. അതുകൊണ്ട് ഇഖ്ലാസ് എന്നുള്ളതും ഇഹ്സാൻ എന്നുള്ളതും പരസ്പരം ബന്ധിതമാണ്. അപ്പൊ നമ്മൾ മുഹ്സിനാണോ? നമ്മൾ ചിന്തിക്കുക, എന്താണ് ഒരാളുടെ ജീവിതത്തിൽ ഇഹ്സാൻ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. നമ്മൾ മുഹ്സിനാകുന്ന സമയത്ത്
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ മാറ്റം എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ആരാധനകൾ അതിൽ നമുക്ക് ഏകാഗ്രത കിട്ടും. ഇപ്പോ ഇന്ന് ളുഹറ് ജമാഅത്തായിട്ട് ജുമാ നിസ്കരിക്കാൻ നമ്മൾ ഇവിടെ വന്ന് ആ 2 റക്അത്ത് അള്ളാഹുവിന്റെ റിള പ്രതീക്ഷിച്ച് നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, എന്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ അവസരമാണ് ഇന്ന് ജുമാഅക്ക് പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളത്. ഇതിനി ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ വേറൊരു അവസരം എനിക്ക് കിട്ടൂല. അതുകൊണ്ട് ഈ ഒരു ഇബാദത്ത് അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്യുമ്പോ എനിക്ക് ഏകാഗ്രത കിട്ടും, അതിൽ മാധുര്യം കിട്ടും. ആർക്കോ വേണ്ടിയല്ല, അള്ളാഹ് എനിക്ക് നിർബന്ധമാക്കിയ ഈ നമസ്കാരം, ആരാധനകൾ, കർമ്മങ്ങൾ ഞാൻ നിർവഹിക്കുന്നത് എന്റെ പരലോക മോക്ഷത്തിനാണ് എന്നുള്ള ആത്മാർത്ഥമായ ചിന്ത, അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം, ഈ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവും, ഖുദൂ ഉണ്ടാവും. അപ്പൊ നിസ്കാരത്തിൽ ഒരു ഹവയിൽ നമ്മൾ നിസ്കരിക്കൂല, സുജൂദ് ചെയ്യുന്നിടത്തേക്ക് നമ്മൾ നോക്കും. ആ സമയത്ത് വേറെ ആ ശാന്തത നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിന്റെ അടക്കവും ഒതുക്കവും നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും ആ നിസ്കാരത്തിൽ നമ്മൾ പ്രവർത്തിക്കൂല. ഇതാണ് ഒന്നാമത്തെ ഇഹ്സാനിന്റെ മാറ്റം. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ രഹസ്യ ജീവിതം ശുദ്ധമാകുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയാണ്, ലഹരിക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആൾ പിടിക്കപ്പെട്ടു കഞ്ചാവുമായിട്ട് അല്ലെങ്കിൽ MDMA ആയിട്ട്. നമ്മൾ കേൾക്കുക, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതായത് ഈ പറയുന്ന സംഗതിയും ജീവിതവുമായിട്ട് ഒരു കണക്ടിവിറ്റി ഇല്ല. എന്തൊക്കെ വിളിച്ചു പറയാനോ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അത് കയറിയിട്ടേ ഇല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പരസ്യ ജീവിതത്തെക്കാൾ ഞാൻ നന്നാക്കേണ്ടത് എന്റെ രഹസ്യ ജീവിതമാണ്. ആളുകൾ കാണുമ്പോൾ മാത്രം നല്ലവരാവുകയും ആരുമില്ലാത്ത ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ തിന്മകളിലേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന സ്വഭാവം, ആ ഒരു സ്വഭാവം ഒരിക്കലും ഇഹ്സാനുള്ള ഒരാൾക്കുണ്ടാവില്ല. ആളുകൾ കാണുമ്പോൾ ഒക്കെ നല്ല മനുഷ്യനാവുക, ആളുകളില്ല സ്വകാര്യമായിട്ട് തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ എല്ലാ തോന്നിവാസങ്ങളിലും വ്യാപൃതമാവുക, ഇത് മുഹ്സിനായ ഒരാൾക്ക് സംഭവിക്കുന്ന കാര്യമല്ല. അയാൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുക അല്ലാഹുവിനെ സ്വകാര്യമായ ജീവിതത്തിലായിരിക്കും. അതുകൊണ്ട് ജനങ്ങൾ കാണുന്നില്ലെങ്കിലും കണ്ടാലും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എന്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, ആ റബ്ബിന്റെ സ്വർഗ്ഗം എനിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ചിന്ത, ആ ഒരു ഉൾപ്രേരണയാണ് വിശ്വാസിക്ക് നന്മ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. മറ്റൊന്ന്, അവന്റെ സ്വഭാവം നന്നാവുന്നതാണ്, സൽസ്വഭാവം. അള്ളാഹിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹിന്റെ റസൂലിന് നിങ്ങൾക്ക് മാതൃകാപരമായിട്ടുള്ള സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ സൽസ്വഭാവം, ജനങ്ങളുമായിട്ടുള്ള കാരുണ്യം, ഇതൊക്കെ വർദ്ധിക്കുന്നു. ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരവസരം കിട്ടുമ്പോ നമ്മളത് ഒഴിവാക്കരുത്. ഈ അടുത്ത് എന്റെ ഒരു അധ്യാപകൻ മരണപ്പെട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അവിടേക്ക് പോയി, അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റിയില്ല. അവിടെ തഅസിയത്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ വണ്ടിയുമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചു പോരുമ്പോ പ്രായം ചെന്ന ഒരാള്, അയാളൊരു വയോധികനാണ്. അയാള് വണ്ടി നിർത്തിയിട്ട്, മോനെ ഒന്നിനെ അങ്ങോട്ട് ആക്കി തരുമോ? എന്റെ കൂടെ വേറൊരാളും ഉണ്ട്. ഉടനെ തന്നെ ആ വീട്ടിലേക്ക് അയാളെ ഞാൻ എത്തിച്ച ആ കർമ്മം ഇവിടെ പറയല്ല. യഥാർത്ഥത്തിൽ അള്ളാഹു എനിക്ക് തന്നൊരു പരീക്ഷണാണ്. ഞാൻ എത്ര വലിയ തിരക്കിലാണെങ്കിലും ആ സാധുവായിട്ടുള്ള മനുഷ്യനെ ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടാക്കിയപ്പോ എന്റെ മനസ്സിലുണ്ടായ ഒരു ആത്മസംതൃപ്തി, എനിക്ക് അയാളിൽ നിന്നൊന്നും കിട്ടൂല, എന്നാൽ എന്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ആ സുഖമില്ലാത്ത പ്രായമുള്ള ആ വ്യക്തിയെ ഞാൻ ആ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തത് ഒരു പുണ്യകർമ്മമാണ് എന്നുള്ള വിശ്വാസമാണ് എന്നെ അതിന് പ്രേരിപ്പിക്കുന്നത്. അപ്പോ നമ്മളെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടായ പോരാ, ആ ഈമാനിന്റെ റിസൾട്ട് എന്താണ്? ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈഇൻ. തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യങ്ങളിലും ഇഹ്സാൻ, നന്മ അല്ലെങ്കിൽ മികവ് നിർബന്ധമാക്കി. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, അവന് ജീവിതത്തിൽ ഉടനീളം നന്മയുടെ പ്രയോക്താവാണ്. ഓനെ കാണുമ്പോൾ ആളുകൾക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ഇന്നിപ്പോ ചിലപ്പോഴൊക്കെ ആളുകൾ വന്നിട്ട് പറയും, കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു പറയാണ്, നിങ്ങളെ നാട്ടുകാരനായിട്ടുള്ള ഒരാള് എന്നിൽ നിന്ന് ഏകദേശം വലിയൊരു സംഖ്യ ഈടാക്കി പോയിട്ടുണ്ട്, അയാൾ തിരിച്ചു തരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബിസിനസ്സിലൊക്കെ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പാവങ്ങളായ ആളുകളെ പറ്റിച്ചു പോകുന്ന
എത്ര ആളുകളാണ് നമ്മളൊക്കെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇഹ്സാനുണ്ടോ? അതായത് എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ കണക്ക് ബോധ്യപ്പെടുത്തണം. ഞാൻ ആളുകളോട് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു ചിന്ത ഹൃദയത്തിലേക്ക് കയറിയില്ല. പിന്നെ എന്തിനാണ് നിസ്കരിക്കുന്നത്? എന്തിനാണ് അമൽ സാലിഹാത്തുകൾ ചെയ്യുന്നത്? അതുകൊണ്ട് മാതാപിതാക്കളോട് നന്മ ചെയ്യാനുള്ള ചിന്ത ഇഹ്സാനുള്ള ആൾക്കുണ്ടാവും. സ്വന്തം ഉപ്പയോട്, സ്വന്തം ഉമ്മയോട്, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെത്തുന്ന സമയത്ത് എന്ന് പോലും പറയാതെ അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ആ വിശ്വാസിയുടെ ഹൃദയത്തിൽ ഇഹ്സാൻ അവനെ പ്രാപ്തമാക്കും. അയൽവാസികളോട് മാന്യമായി പെരുമാറും. അവർ പട്ടിണി കിടക്കാൻ സമ്മതിക്കൂല. മൃഗങ്ങളോട് പോലും ദയ കാണിക്കും. ഇതൊക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹു ഇഹ്സാൻ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഉൾക്കരുത്താണ്. മറ്റൊന്ന് സഹോദരന്മാരെ, ജീവിതത്തിൽ സമാധാനവും തൃപ്തിയും ഉണ്ടാകും എന്നുള്ളത് മുഹ്സിനായ ആളുടെ പ്രത്യേകതയാണ്. പ്രതിസന്ധികൾ ഉണ്ടാവില്ല, പ്രയാസങ്ങൾ ഉണ്ടാവില്ല, പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയണത്. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ തഖ്വയുള്ള മുഹ്സിനായിട്ടുള്ള ഒരാൾക്ക് പ്രതിസന്ധികളിൽ അയാൾ തളരൂല. അയാളുടെ ഈമാൻ കരുത്ത് നൽകും. അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങ് കയറിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പ്രയാസങ്ങളൊക്കെ താൽക്കാലികമാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം രണ്ടെളുപ്പം എന്നെ കാത്തു നിൽക്കുന്നു എന്നുള്ള അചഞ്ചലമായ വിശ്വാസം തവക്കുൽ മുഹ്സിനായ ഒരാൾക്ക് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മാത്രമാണ് ഇവിടെ നടപ്പിലാവുക. നമ്മൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. ഓരോന്നിലും അള്ളാഹിന്റെ തീരുമാനമുണ്ട്. ആ തീരുമാനം ഖൈറാണ്. അത് നമുക്ക് ചിലപ്പോൾ പ്രത്യക്ഷത്ത് മനസ്സിലാവില്ല. അതുകൊണ്ട് ദുനിയാവിന്റെ താൽക്കാലികമായ നേട്ടങ്ങളെക്കാൾ പരലോക വിജയത്തിന് മുൻഗണന നൽകുന്ന ആളുടെ പേരാണ് മുഹ്സിൻ. അപ്പൊ ഈ ദറജയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തുക. അല്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ. വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്ത് യൂനുസ് 26-ാമത്തെ വചനം, നന്മ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലവും, അതായത് സ്വർഗവും അതിലപ്പുറം അള്ളാഹുവെ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ട്. നന്മ ചെയ്ത ആളുകൾക്ക് ഈ ദുനിയാവിലെ ഹൈറുണ്ട്, പരലോകത്തും ഹൈറുണ്ട്, സ്വർഗമുണ്ട് എന്ന് മാത്രമല്ല അതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു അയാൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പൊ ആ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുള്ളതാവണം നമ്മുടെ ചിന്ത. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളെത്ര സൂക്ഷ്മത പുലർത്തിയാലും ചില സന്ദർഭങ്ങളിൽ തെറ്റുകൾ നമുക്കൊക്കെ സംഭവിക്കും. ഇപ്പം മിമ്പറിൽ കയറി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ തെറ്റ് ചെയ്യാത്തവനല്ല. മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിച്ചത് തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലാണ്, മലക്കുകളെ പോലല്ല. അപ്പൊ തെറ്റ് ചെയ്യുമ്പോൾ ഉടനെ നമുക്കുണ്ടാവേണ്ട ഒരു തിങ്കിങ് എന്താണ്, ചിന്ത എന്താണ്? അള്ളാഹുവെ, തെറ്റ് പറ്റിപ്പോയി. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ട്. അപ്പോ ആ തെറ്റ് ആദം സന്തതികളിലൊക്കെ വരുന്നാ പറഞ്ഞത്. അപ്പൊ ആ തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. എന്നാൽ തെറ്റ് വരുമ്പോൾ ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ തേടാൻ, പശ്ചാത്തപിച്ച് മടങ്ങാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. നന്മക്ക് നന്മയല്ലാതെ മറ്റെന്ത് പ്രതിഫലമാണുള്ളത്? അപ്പൊ നന്മയുടെ പ്രയോക്താക്കളാവുക, നന്മയുടെ വാഹകരാവുക എന്ന് പറഞ്ഞാൽ അവരുടെ ഗാദറിങ്, അവരുടെ കൂട്ടുകെട്ട്, അവരുടെ സഹവാസം, അവരോട് സംസാരിക്കുന്നത് നല്ല മനുഷ്യന്മാരായിരിക്കും. നമ്മളെ കൂടെ ജീവിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ഇടപഴകുന്നത് നല്ല ആളുകളുടെ കൂടെയാണോ? അതാ ചീത്ത ആളുകളുടെ അടുത്ത് പോകണ്ട, സംസാരിക്കണ്ട എന്നൊന്നുമല്ല പറഞ്ഞത്. പക്ഷെ ഒരാളുടെ സൗഹൃദം അയാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് നല്ല മനുഷ്യന്മാരുമായിട്ടാണ്.
അപ്പൊ ഈ സൗഹൃദം ഉണ്ടാവുമ്പോൾ അയാൾ നന്മക്ക് സാക്ഷി നിൽക്കും, നന്മയുടെ കൂടെ നിൽക്കുക. അപ്പൊ അങ്ങനെ നന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മയല്ലാതെ മറ്റെന്ത് പ്രതിഫലം കിട്ടാനാണ്? അപ്പൊ ഈ സ്വർഗ്ഗം ആർക്കാണ് ഒരുക്കപ്പെട്ടത്? നന്മ ചെയ്യുന്ന ആളുകൾക്കാണ്. അപ്പൊ അള്ളാന്റെ വലിയ കാരുണ്യമാണ് സ്വർഗം. നമ്മൾ അഹ്മദ് സാലിയാത്ത് കുറെ ചെയ്തിട്ട് നേരിട്ടങ്ങ് സ്വർഗത്ത് കയറുന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. അള്ളാന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു മൂടിയാലല്ലാതെ സ്വർഗത്ത് കയറാൻ പറ്റില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയുന്നുണ്ട്. അപ്പോ അള്ളാന്റെ റസൂലിന് പോലും, മഅ്സൂമായിട്ടുള്ള അള്ളാന്റെ റസൂലിന് പോലും അള്ളാന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹ് മൂടിയിട്ടില്ലെങ്കിൽ സ്വർഗം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നിരന്തരം അള്ളാഹിനോട് ചോദിക്കേണ്ടത് എന്താണ്? സ്വർഗാണ്, നരകത്തിൽ നിന്നുള്ള മോചനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ വദ്ഊഹു ഖൗഫൻ വതമഅൻ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബ് മിനൽ മുഹ്സിനീൻ. ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത്. നല്ല രീതിയിൽ ഒരു സമൂഹം ജീവിക്കുന്നു, ഒരു നാട് ജീവിക്കുന്നു, അവിടെ ഫസാദ് ഉണ്ടാക്കുക, ഫിത്തന ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത്. ഭയത്തോടുകൂടിയും പ്രത്യാശയോടും കൂടി നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മളുടെ കാര്യങ്ങളൊക്കെ സലാമത്താവാൻ, നല്ല രൂപത്തിൽ പോവാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടത് അള്ളാഹിനോടാണ്. തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം പിന്നെ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും അടുത്തുണ്ട്. അപ്പൊ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന വിഭാഗം ആളുകൾ ആരാണ്? മുഹ്സിനുകളായ ആളുകളാണ്. അപ്പൊ ആ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും അള്ളാഹിന്റെ സഹായം ഉണ്ടായിരിക്കും. അപ്പൊ ആ വിഭാഗത്തിൽ നമ്മൾ പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും പ്രാർത്ഥനകളും നമ്മൾ നിർവഹിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നാടിനു വേണ്ടി ഒക്കെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദുആ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, രോഗങ്ങളും, ബുദ്ധിമുട്ടുകളും, പരീക്ഷണങ്ങളൊക്കെ മാറ്റി ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നൊക്കെ സംഭവിച്ചിരിക്കുന്ന അബദ്ധങ്ങളും പോരായ്മകളും തെറ്റുകളും അള്ളാഹു അവന്റെ ഫള് കൊണ്ട്, കാരുണ്യം കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين.